നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ്. ഇപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് അതിന്റെ വർക്കിംഗ് ഔട്ട് അഥവാ നോട്ട്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത ഫൈനൽ ബാലൻസസ് മാത്രമാണ് നമ്മളിവിടെ ഇത് നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയത് അല്ലെ. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് ബാലൻസ് ഷീറ്റ് ആണ്. സോ ഈ ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത പോലെ തന്നെയാണ്. അഥവാ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ബാലൻസ് ഷീറ്റിലെ ഫോർമാറ്റ് എഴുതിയിട്ട് ബാലൻസ് ഷീറ്റിലെ പ്രധാനപ്പെട്ട ഐറ്റംസ് എന്ത് ചെയ്യും, നമ്മളൊന്ന് നോട്ട് കാണിക്കും. ദെൻ എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ കാൽക്കുലേഷൻസും കാര്യങ്ങളും ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഫൈനൽ എമൗണ്ടുകൾ മാത്രം ബാലൻസ് ഷീറ്റിലേക്ക് എഴുതും. സോ നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റിന്റെ ആ ഒരു വർക്കിംഗ് ഔട്ട് അഥവാ നോട്ട്സ് അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് എഴുതിയിട്ട് അതിന്റെ ഫൈനൽ എമൗണ്ടുകൾ എഴുതാം. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ നോട്ട്സ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൽ നമുക്ക് അസറ്റ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്. അസറ്റുകൾ ആദ്യം എഴുതാം, പിന്നീട് ലയബിലിറ്റീസ് എഴുതാം. അല്ലെങ്കിൽ ലയബിലിറ്റീസ് ആദ്യം എഴുതാം, പിന്നീട് അസറ്റ് എന്ത് ചെയ്യാം, രണ്ടാമത് എഴുതാം. നമ്മളിവിടെ ആദ്യം അസറ്റ് ആണ് എഴുതുന്നത്. നമുക്കറിയാം അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻസിൽ രണ്ട് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തേത് നോൺ കറന്റ് അസറ്റ് അഥവാ ഫിക്സഡ് അസറ്റ്, രണ്ടാമത്തേത് എന്ത് കറന്റ് അസറ്റുകൾ. സോ രണ്ട് മെയിൻ ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നോൺ കറന്റ് അസറ്റ് വരുന്നുണ്ട്. സോ നോൺ കറന്റ് അസറ്റിന് അണ്ടറിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് പ്ലാന്റ്, പ്രോപ്പർട്ടി ആൻഡ് മെഷീനറി എന്നുള്ള ഒരു ഐറ്റമാണ് വരുന്നത്. പ്ലാന്റ്, പ്രോപ്പർട്ടി, മെഷീനറി എന്നുള്ള ഒരു ഐറ്റം വരുന്നുണ്ട്. സോ ഒന്നാമത്തെ ഐറ്റം പ്ലാന്റ് ആൻഡ് മെഷീനറി അഥവാ പ്ലാന്റ്, പ്രോപ്പർട്ടി, മെഷീനറി എങ്ങനെ കംപ്ലീറ്റ് ആണെങ്കിൽ എഴുതാം. സോ ഈ ഐറ്റം ഒന്നാമത്തേത് പ്ലാന്റ് ആൻഡ് മെഷീനറി വരുന്നുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി വരുന്നത് എന്താണ്, 29,000ന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി വരുന്നുണ്ട്. ഈ 29,000 നമുക്ക് നേരിട്ട് എഴുതാൻ കഴിയില്ല. ബിക്കോസ് ഈ വർഷത്തെ 29,000 നമുക്ക് എന്ത് ലെസ് ചെയ്യാനുണ്ട്, നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 10% ഡിപ്രീസിയേഷൻ കുറക്കാനുണ്ട് അല്ലേ. സോ 10% ഡിപ്രീസിയേഷൻ ആകുമ്പോൾ 2,900. അങ്ങനെയാണെങ്കിൽ ബാക്കി എമൗണ്ട് എത്ര ആയിരിക്കും, 26,100 രൂപ. സോ ഫിക്സഡ് അസറ്റുകളാണ് നമുക്ക് ആദ്യം എഴുതാനുള്ളത്. ഫിക്സഡ് അസറ്റിന്റെ അണ്ടറിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം വരുന്നത് എന്താണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 29,000, അതിൽ 10% ഡിസ്കൗണ്ട് പറഞ്ഞാൽ ബാക്കി 26,100 രൂപ. പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫിക്സഡ് അസറ്റ് വരുന്നത് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിന്റെ എമൗണ്ട് വരുന്നത് 17,000 രൂപ. 17,000. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിൽ എന്തുണ്ട്, 10% ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. സോ 10% ഡിപ്രീസിയേഷൻ 1,700 രൂപ. ദെൻ ബാലൻസ് എത്ര ഉണ്ടായിരിക്കും, 15,300 രൂപ ബാലൻസ് ഉണ്ട് അല്ലെ. ഇനി എന്താണ്, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ഫിക്സഡ് അസറ്റ് ഉണ്ട് അല്ലെ. ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിക്സഡ് അസറ്റിന്റെ ആ ഫിക്സഡ് അസറ്റ് ഏതാണ്, പാറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നുണ്ട്. അഥവാ പാറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിക്സഡ് അസറ്റ് കൂടി നമുക്ക് ഇൻടാഞ്ചിബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിക്സഡ് അസറ്റ് വരുന്നുണ്ട്. ആൻഡ് അതിന്റെ എമൗണ്ട് വരുന്നത് 4,830 രൂപ അല്ലെ. അതിനും എന്തുണ്ട്, 10% ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. അതായത് 483 രൂപ. അതിന്റെ ബാലൻസ് 4,347 രൂപ. സോ എത്രയാണ് എന്ത് നമുക്ക് ഫിക്സഡ് അസറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട 3 ഐറ്റംസ്. ഇനി എന്തുണ്ട്, നമുക്ക് കറണ്ട് അസറ്റ്സ് എഴുതാനുണ്ട്. സോ നെക്സ്റ്റ് കറണ്ട് അസറ്റുകൾ നോക്കാം. കറണ്ട് അസറ്റിൽ പ്രധാനമായിട്ടും വരുന്നത് കറണ്ട് അസറ്റിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ഐറ്റം എന്താണ്, സ്റ്റോക്ക് ആണ്. നമ്മളെ മെറ്റീരിയൽ അഥവാ ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് പറയുന്നത് ക്വസ്റ്റ്യന്റെ താഴെ അഡ്ജസ്റ്റ്മെന്റിലാണ്. ഈ വർഷം അവസാനം നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ ബാലൻസ് അല്ലെ. നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ ബാലൻസ് മീൻസ് നമുക്ക് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കും. സോ നമ്മുടെ അസറ്റ് ആണ്. സോ സ്റ്റോക്ക് ആയിട്ട് നമുക്ക് ബാലൻസ് എഴുതാനുള്ളത് 82,000 രൂപ. പിന്നെ ഇനി എന്തുണ്ട്, ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞ റേറ്റ് ഉണ്ട്. ട്രേഡ് റിസീവബിൾ എന്ന് വെച്ചാൽ നമുക്ക് കച്ചവടത്തിലൂടെ കിട്ടാനുള്ള ക്യാഷ്, കച്ചവടം ചെയ്തിട്ട് നമുക്ക് ക്യാഷ് കിട്ടാനുണ്ടെങ്കിൽ അത് കാണിക്കാനുള്ളതാണ്. സോ അങ്ങനെ ഒരു ഐറ്റം നമുക്ക് പറയുന്നുണ്ട്. അഥവാ ദാറ്റ് ഈസ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് മീൻസ് നമുക്ക് ക്യാഷ് തരാറുണ്ടല്ലേ. സോ ഡെപ്റ്റേഴ്സ് ക്യാഷ് കിട്ടാനുള്ളത് 37,500 രൂപ. 37,500 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് കിട്ടാനുണ്ട്. അതായത് നെക്സ്റ്റ് നമുക്ക് ഒരു ഐറ്റം കൂടി എഴുതാനുണ്ട്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് കൂടി എഴുതാൻ. സോ അതും കൂടി നോക്കാം. സോ നെക്സ്റ്റ് ഐറ്റം ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. ക്യാഷ് അല്ലെങ്കിൽ ക്യാഷിന് സമാനമായിട്ടുള്ളതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് എഴുതാനാണ്. സോ രണ്ട് ക്യാഷ് ബാലൻസസ് പറയുന്നത്, ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡ്, മറ്റൊന്ന് ക്യാഷ് അറ്റ് ബാങ്ക്. സോ ക്യാഷ് ഇൻ ഹാൻഡ് പറയുന്ന എമൗണ്ട് 10,200 രൂപ, 10,200. ആൻഡ് ബാങ്ക് ബാലൻസ് പറയുന്നത് 6,000, 6,000 രൂപ. സോ ടോട്ടൽ എമൗണ്ട് എത്ര ആയിരിക്കും, 16,200 രൂപ എന്നുണ്ട്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനിയുള്ളത് ലയബിലിറ്റി സൈഡാണ്. ലയബിലിറ്റി സൈഡ് നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് ലയബിലിറ്റീസ് ആണ്. ഒന്നാമത്തേത് ഇക്വിറ്റി, ദെൻ നോൺ കറന്റ് ലയബിലിറ്റീസ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. അഥവാ രണ്ട് പ്രധാനപ്പെട്ട ലയബിലിറ്റീസ് ആണുള്ളത്. ഒന്നാമത്തേത് നോൺ കറന്റ് ലയബിലിറ്റി, മറ്റൊന്ന് കറന്റ് ലയബിലിറ്റി. പക്ഷെ നമ്മൾ നോൺ കറന്റ് ലയബിലിറ്റിയെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഇക്വിറ്റി, മറ്റൊന്ന് നോൺ കറന്റ് ലയബിലിറ്റി.
ഇക്വിറ്റിന്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മൾ കമ്പനിയിലെ ഓണേഴ്സിന്, അതായത് കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിന്, കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കാണിക്കാനുള്ളതാണ് ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഐറ്റംസ്. ദെൻ നോൺ കറന്റ് ലയബിലിറ്റി, അഥവാ ഇക്വിറ്റി കൂടാതെ മറ്റെന്തെങ്കിലും നോൺ കറന്റ് ലയബിലിറ്റി മീൻസ് നമ്മുടെ ലോങ് ടൈം ലയബിലിറ്റീസ് ആണല്ലേ. അപ്പൊ അതിൽ വരുന്ന ഐറ്റംസ് ഏതാണ്? നമുക്ക് പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കാം, ഡിബഞ്ചർ ആയിരിക്കാം, ലോൺ ആയിരിക്കും. അഥവാ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, കൊടുത്ത് തീർത്താൽ മതി. അത്തരത്തിലുള്ള അതർ ലോങ് ടേം ബോറോവിങ്സ് അല്ലെങ്കിൽ അതർ ലോങ് ടേം ലയബിലിറ്റീസ് ആണ് നമ്മൾ നോൺ കറന്റ് ലയബിലിറ്റീസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇക്വിറ്റി വരുന്നുണ്ട്, അതേപോലെ തന്നെ ലോങ് ടേം ലയബിലിറ്റീസ് ആയിട്ട് നമുക്ക് ഡിബഞ്ചർ അല്ലെങ്കിൽ ലോൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ ഇങ്ങനെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇക്വിറ്റി എന്ന് നോക്കാം. സോ ലയബിലിറ്റീസിന് നമ്മൾ ആദ്യം എഴുതുന്നത് ഇക്വിറ്റി ആണ്. ഇക്വിറ്റിയിൽ എന്താണ്, അല്ലെങ്കിൽ ആക്ച്വൽ ഡിപ്പോസിറ്റ്, ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ആക്ച്വൽ ഷെയർ ക്യാപിറ്റൽ ആണ് നമുക്ക് ആദ്യം കാണിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തുണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പറയുന്നില്ല. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പറയുന്നുണ്ട്, എത്ര നമ്പർ ഓഫ് ഷെയർ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള എമൗണ്ട് 1 lakh rupees ആണ്, അഥവാ 10,000 ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച് ആണ്, അഥവാ 1 lakh ആണ് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ദെൻ ഇക്വിറ്റിയിൽ വരുന്ന അതർ ഐറ്റംസ്. സോ ഇക്വിറ്റിയിൽ നമുക്ക് അതർ ഐറ്റംസ് ആയിട്ട് വരുന്നത് റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡ് വരുന്നുണ്ട്. റിസർവ് ആൻഡ് സർപ്ലസ്. സോ റിസർവ് ആൻഡ് സർപ്ലസ് മുൻപ് ഡിസ്കസ് ചെയ്ത ഒരു ഐറ്റം ആണില്ല. അഥവാ കമ്പനിയിൽ എന്ത് ചെയ്യാണ്, നമ്മൾ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി മാറ്റി വെക്കുന്ന ബാലൻസസ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കുക, നമ്മളെ റിസർവ് ആൻഡ് സർപ്ലസിൽ ഉണ്ടായിരിക്കാം. സോ ഇതിന്റെ അണ്ടറിൽ നമുക്ക് ജനറൽ റിസർവുകൾ, ക്യാപിറ്റൽ റിസർവ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ഈ ഒരു റിസർവ് ആൻഡ് സർപ്ലസിന്റെ അണ്ടറിൽ നമുക്ക് എഴുതാൻ പറ്റിയ ഐറ്റംസ് എന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് ചെയ്യുന്നുണ്ട് ഒരു ജനറൽ റിസർവ് വരുന്നുണ്ട്, അതായത് കോമൺ റിസർവ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ആ ഒരു ഐറ്റം ആദ്യം എഴുതാം. എമൗണ്ട് വരുന്നത് 15,500 ആണ്. 15,500 എന്തുണ്ട്, ഒരു റിസർവ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, പ്രോഫിറ്റ് അല്ലെ, ഈ വർഷത്തെ പ്രോഫിറ്റ് ഉണ്ട് ആൻഡ് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ഉണ്ട് അല്ലെ. ക്വസ്റ്റ്യന്റെ ട്രയൽ ബാലൻസിലെ ക്രെഡിറ്റ് സൈഡ് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒരു ബാലൻസ് വരുന്നുണ്ട്. സോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒക്കെ നമുക്ക് ഏതിലാണ് പ്രധാനമായിട്ടും സർപ്ലസ് അല്ലെ. മുൻപ് നമ്മൾ സർപ്ലസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സോ സർപ്ലസ് എന്നുള്ള ഹെഡിലാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഫിറ്റ്സ് വരാം. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സർപ്ലസ് എന്നുള്ള ഐറ്റം സെപ്പറേറ്റ് എടുത്ത് എഴുതാം. സോ സർപ്ലസിൽ ആദ്യം എന്താണ്, നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കും, അഥവാ പ്രീവിയസ് ഇയറിലെ ബാലൻസ് കാണിക്കും അല്ലെ. ഓപ്പണിംഗ് ബാലൻസിൽ വരുന്നത് എത്രയാണ്, 15,030 രൂപ. നമുക്ക് ഓപ്പണിംഗ് ബാലൻസിന്റെ 15,030 രൂപ. അതിനോട് കൂടി ഈ വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യാം അല്ലെ. നമ്മുടെ ടാക്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്രോഫിറ്റ് 21,208 രൂപയാണ് ഈ വർഷത്തെ നമ്മുടെ പ്രോഫിറ്റ്. സോ അത് രണ്ടും ആഡ് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം, ലെസ് ചെയ്യാനുണ്ട്. ഈ വർഷം ഇനി നമ്മൾ റിസർവിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ CDT അഥവാ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഉണ്ടായിരിക്കും, അത് ലെസ് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് അല്ലേ. സോ ലെസ് ചെയ്യാൻ ഒരു ഐറ്റം ഡിവിഡൻഡ് ആണ്. ആദ്യം ഡിവിഡൻഡ് പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ. ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്, 9,000 അല്ലെ. 9,000 നമ്മൾ എന്ത് ചെയ്യണം, ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 9,000 മുകളിൽ നമുക്ക് CDT കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ആ CDT നമ്മൾ എന്ത് ലെസ് ചെയ്യണം, നമ്മുടെ സർപ്ലസ് ലെസ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ആ CDT ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ CDT പ്രത്യേകത എന്താണ്, ക്വസ്റ്റ്യന് തന്ന ഡിവിഡൻഡ് എപ്പോഴും എന്തായിരിക്കും, നെറ്റ് ഡിവിഡൻഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു CDTയെ ഗ്രോസ് ഡിവിഡൻഡിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ ഗ്രോസ് CDT കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 9,000 ഡിവൈഡഡ് ബൈ 85 into 100 ചെയ്താൽ മതിയില്ല. അപ്പൊ നമുക്കൊരു ഫിഗർ കിട്ടും. ആ കിട്ടിയ ഫിഗറിനെ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്താൽ 17.472. അതായത് നമ്മൾ എത്ര എമൗണ്ട് ആണ് നമുക്ക് ഗ്രോസ് ഡിവിഡൻഡ് ആയിട്ട് 9,000 ഡിവൈഡഡ് ബൈ 85 into 100 ചെയ്താൽ എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത്, ആ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യുക, 17.472 നമ്മൾ CDT അതുമായിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാം. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 1,849 അല്ലെങ്കിൽ 1,850 ആണ് എന്ത് ചെയ്യുക, നമുക്ക് CDT ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. സോ ശ്രദ്ധിക്കുക, ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവിഡൻഡിന് മുകളിൽ എന്ത് ചെയ്യണം, നമ്മൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുക്കണം. ഇനി നമ്മൾ ഇൻ കേസ് നമുക്ക് CDT കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ CDT കൊടുക്കുന്നില്ല, നിർബന്ധമില്ല. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് കാണിക്കലും നിർബന്ധമില്ല, CDT അങ്ങനെ നിർബന്ധമായിട്ട് കാണിക്കണമെന്നില്ല. ഇൻ കേസ് നമ്മൾ CDT ഇവിടെ കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് എഴുതി കഴിഞ്ഞിട്ട് അവസാനം CDT അഥവാ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഇഗ്നോർ എന്ന് പറഞ്ഞിട്ട് എഴുതിയാലും മതി. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ CDT കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ കിട്ടിയ CDT എമൗണ്ട് എത്രയാണ്, 9,000 ഗ്രോസ് ഡിവിഡൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിന് മുകളിൽ 17.472% കണ്ടെത്തി കിട്ടിയ എമൗണ്ട് ആണ് 1,849 അല്ലെങ്കിൽ 1,850 രൂപ വരും. സോ ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് നോക്കിയിട്ട് ഇത് രണ്ടും ആഡ് ചെയ്യുന്നിട്ട് ഈ രണ്ട് ഐറ്റംസ് എന്ത് ചെയ്യുക, ലെസ് ചെയ്താൽ ആ ലെസ് ചെയ്താൽ കിട്ടിയ എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനലായിട്ട് റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് എഴുതുന്നത്. സോ നമുക്ക് എമൗണ്ട് നോക്കാം. എമൗണ്ട് വരുന്നത് 25,389, 25,389 രൂപയാണ് നമുക്ക് ഫൈനൽ റിസർവ് ആൻഡ് സർപ്ലസിന്റെ അണ്ടറിൽ സർപ്ലസ് ആയിട്ട് വരുന്നത്. റിസർവ് ആൻഡ് സർപ്ലസ് നമുക്ക് ഓൾറെഡി എന്തുണ്ട്,
ഒരു ജനറൽ റിസർവ് വരുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്ന ഐറ്റമാണ് സർപ്ലസ്. സർപ്ലസ് നമ്മൾ പ്രോഫിറ്റ് കണ്ടു, പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യാനുള്ള ഐറ്റംസ് ലെസ് ചെയ്ത് ദെൻ ഫൈനൽ വരുന്ന സർപ്ലസ് എമൗണ്ട് ആണ് 25,389 രൂപ. ഇനി ഇത് രണ്ടും ആഡ് ചെയ്ത എമൗണ്ട് ആണ് നമ്മൾ എവിടെ എഴുതുക? ബാലൻസ് ഷീറ്റിൽ നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസിന്റെ അണ്ടറിൽ കാണിക്കാം. ഇനി ഇതോട് കൂടി കഴിയുന്നില്ല, നമുക്കൊരു ഐറ്റം കൂടി ആഡ് ചെയ്യാൻ നമ്മുടെ ഈ ഒരു വർക്കിംഗ് നോട്ടിൽ കാണിക്കാറുണ്ട്. അത് കാണിക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, CDT ഈ ഒരു ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ടല്ലേ, അഥവാ ഇക്വിറ്റി ഷെയർ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത്. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയറിനെ പറ്റി യാതൊരു കാര്യം പറയുന്നില്ല. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എന്തില്ല, നമുക്ക് അതിന് മുകളിൽ CDT കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇക്വിറ്റി ഷെയർ മാത്രമേ ഉള്ളൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ റിസർവ് ആൻഡ് സർപ്ലസിലാണ് കാണിക്കേണ്ടത്. അതേപോലെ തന്നെ ഡിവിഡൻഡിനെ കൂടെ നമ്മൾ ഏതും കൂടി കാണിക്കുന്നു, നമ്മുടെ CDT കാണിക്കുന്നുണ്ട്. സോ ഈ പ്രിഫറൻസ് ഷെയറിന്റെ കേസ് ഇവിടെ ഇല്ല എങ്കിൽ, പ്രിഫറൻസ് ഷെയർ വരികയാണെങ്കിൽ നമ്മൾ പ്രിഫറൻസ് ഷെയറിന്റെ ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യും, അത് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ആ ഡിവിഡൻഡ് നമ്മൾ എവിടെ എഴുതും, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. മുമ്പ് നമ്മൾ പറഞ്ഞ ഫിനാൻസ് കോസ്റ്റിന് ഒരു ഐറ്റം, ഫിനാൻസ് കോസ്റ്റിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലെങ്കിലും നമുക്ക് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയറിന് മുകളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് നമ്മൾ എവിടെ എഴുതും, നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫിനാൻസ് കോസ്റ്റ് ആയിട്ട് കാണിക്കും. അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയറിന്റെ മുകളിലുള്ള CDT അഥവാ ആ ഒരു ഡിവിഡൻഡിന്റെ മുകളിൽ CDT നമ്മൾ എവിടെ കാണിക്കും, നമ്മളെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫിനാൻസ് കോസ്റ്റ് കാണിക്കും. ഇവിടെ നമ്മൾ ഈ ഒരു ഐറ്റം നമ്മുടെ ഇക്വിറ്റി ഷെയറിന്റെ മുകളിൽ കൊടുത്ത ഡിവിഡൻഡിന്റെ മുകളിലുള്ള CDT നമ്മൾ ഒരു തവണ എവിടെ കാണിച്ചു, നമ്മുടെ സർപ്ലസ് കുറച്ചിട്ടുണ്ട്. ഇതേ ഐറ്റം തന്നെ നമ്മൾ കറന്റ് അസറ്റിൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞൊരു ഐറ്റം വരുന്നുണ്ട്. പ്രൊവിഷൻ കറന്റ് അസറ്റിൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞൊരു ഐറ്റം വരുന്നുണ്ട്. സോ ഇതിന്റെ താഴെ എന്ത് ചെയ്യണം, ഇതേ എമൗണ്ട് അഥവാ CDT കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, ഇക്വിറ്റി ഷെയറിന്റെ മുകളിലാണ്, ഇക്വിറ്റി ഷെയറിന്റെ മുകളിലുള്ള ഡിവിഡൻഡ് മാത്രം, സോറി ഇക്വിറ്റി ഷെയറിന് മുകളിലുള്ള CDT മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഹെഡിന്റെ അടുത്ത് കാണിക്കണം. സോ അതേ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, സെയിം എമൗണ്ട് എഴുതുന്നുണ്ട്, 1849 രൂപ. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇക്വിറ്റി ഷെയറിന് മുകളിൽ CDT അഥവാ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ CDT നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് കാണിക്കുന്നില്ലെങ്കിൽ ഇഗ്നോർ എന്ന് പറഞ്ഞാൽ താഴെ എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ CDT കാണിക്കുന്നുണ്ടെങ്കിൽ സർപ്ലസിന് നമ്മൾ CDT ലെസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കറണ്ട് അസറ്റിൽ ഏറ്റവും അവസാനം കറണ്ട് അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ്, പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിൽ എന്ത് ചെയ്യണം, CDT എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. സോ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നോട്ട്സ് അക്കൗണ്ടിൽ 2 തവണ കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മളെ സർപ്ലസിന് ലെസ് ചെയ്യുന്നു, അതേപോലെ തന്നെ തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊവിഷൻ അഥവാ കറണ്ട് അസറ്റിൽ പ്രൊവിഷൻ ആയിട്ട് ഒരു എമൗണ്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യും, ഈ ഒരു CDT നമ്മൾ 2 തവണ നമ്മൾ വർക്കിംഗ് നോട്ടിൽ അഥവാ ഈ നോട്ട്സ് അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, എന്ത് ചെയ്യുന്നു, ഇക്വിറ്റി ഷെയറിന് മുകളിൽ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ CDTന്റെ റെപ്രസെന്റേഷൻ ആണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് പ്രിഫറൻസ് ഷെയറിന്റെ കേസിലുള്ള CDT അതിന്റെ അതെവിടെയൊക്കെ കാണിക്കണം എന്നുള്ളത് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ വർക്കിംഗ് നോട്ട് ആയിട്ടുള്ള നോട്ട്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. ഇനി ഇതിൽ കാണിച്ച ഐറ്റംസ് നമുക്ക് എവിടെ കാണിക്കണം, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഫൈനൽ ഫിഗേഴ്സ് മാത്രം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാണിക്കണം. സോ നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഫിറ്റ് ലോസ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ബാലൻസ് ഷീറ്റ് ആണ്, ബാലൻസ് ഷീറ്റിന്റെ വർക്കിംഗ് നോട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വർക്കിംഗ് നോട്ടിലുള്ള അഥവാ നോട്ട്സ് അക്കൗണ്ടിലുള്ള എല്ലാ ഐറ്റംസ് നമുക്ക് ബാലൻസ് ഷീറ്റിലുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. സോ ആ ഫൈനൽ ഫിഗേഴ്സ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാലൻസ് ഷീറ്റ് കാണിക്കാം. സോ ബാലൻസ് ഷീറ്റ് നോക്കാം. അപ്പൊ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ നോട്ട്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ആ നോട്ട്സ് അക്കൗണ്ടിൽ കാണിച്ച ഐറ്റംസ് നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തെഴുതാം. സോ ഒന്നാമത്തേതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം അസറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ആദ്യം നമ്മൾ അസറ്റ്സ് എഴുതും. അസറ്റിന്റെ ആണെങ്കിൽ പ്രധാനമായിട്ടും 2 ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്, നോൺ കറന്റ് അസറ്റും കറന്റ് അസറ്റ്. നോൺ കറന്റ് അസറ്റിനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് എന്താണ്, പ്ലാന്റ് പ്രോപ്പർട്ടി മെഷീൻസ് എന്നുള്ള ഒരു ഐറ്റം കണ്ടു അല്ലെ. സോ പ്ലാന്റ് പ്രോപ്പർട്ടി മെഷീൻസ് അഥവാ എക്യുപ്മെന്റ്സ് ആൻഡ് മെഷീൻസ് എന്നുള്ള ഐറ്റം കണ്ടു. അതിനണ്ടർ നമ്മൾ എഴുതിയത് പ്രധാനമായിട്ടും 2 ഐറ്റംസ് ആണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി എഴുതി, അതുപോലെ തന്നെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എഴുതി. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിന്റെ ടോട്ടൽ എമൗണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി അതുപോലെ തന്നെ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, 29,000 അതേപോലെ തന്നെ 17,000. അത് നമ്മൾ അതിന്റെ 2,900 ഡിപ്രീസിയേഷന് ആദ്യത്തെ കേസിലും ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സിന് 1,700 എന്ത് ചെയ്തു ഡിപ്രീസിയേഷൻ കുറച്ച്, ബാക്കി എമൗണ്ട് രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് 41,400. ഇവിടെ നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെ 2 എമൗണ്ട് കോളങ്ങളുണ്ട്. അതിലൊന്ന് കറന്റ് ഇയർ ആണ്, ഒന്ന് പ്രീവിയസ് ഇയർ ആണ്. പ്രീവിയസ് ഇയറിൽ നമുക്ക് ബാലൻസ് അല്ലെങ്കിൽ എമൗണ്ട്സ് ഒന്നും തന്നിട്ടില്ല. സോ എമൗണ്ട് ജസ്റ്റ് ഫോർമാറ്റിന് വേണ്ടി വരച്ച് വെച്ചിരുന്നത്. സോ ആദ്യത്തെ ഐറ്റം പ്ലാന്റ് പ്രോപ്പർട്ടി ആൻഡ് മെഷീനറി ആയിട്ടാണ്. അതിനണ്ടർ നമ്മൾ ആ ഫിക്സഡ് അസറ്റുകൾ, ഇൻടാഞ്ചിബിൾ അല്ലാത്ത ഫിക്സഡ് അസറ്റുകൾ കാണിച്ചു. ആൻഡ് അതിന്റെ ടോട്ടൽ എമൗണ്ട് 41,400 അഥവാ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. ദെൻ ഈ ഒരു നോൺ കറന്റ് അസറ്റിന് അണ്ടറിൽ വരുന്ന മറ്റൊരു റേറ്റ് ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. നമുക്ക് പാറ്റന്റ് ആൻഡ് കോപ്പി റൈറ്റ് എന്നുള്ള അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് എന്നുള്ള ഒരു ഐറ്റം ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ 4,830. അതിന് മുകളിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് 483 രൂപ കുറച്ചിട്ടുണ്ട്. ഇതിനായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഫിഗർ 4,347 രൂപയുണ്ട് നമുക്ക് ആ നോൺ കറന്റ് അസറ്റിൽ വന്ന രണ്ടാമത്തെ ഇൻടാഞ്ചിബിൾ അസറ്റ്. ദെൻ ഇനി എന്ത്, നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ കറന്റ് അസറ്റ് ഉണ്ട് അല്ലെ. കറന്റ് അസറ്റ് ആണ് നെക്സ്റ്റ് ഉള്ളത്. സോ കറന്റ് അസറ്റ്സ് നോക്കാം.
സോ കറണ്ട് അസറ്റിന്റെ അണ്ടറിൽ നമ്മൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? ആദ്യം നമ്മൾ ഇൻവെന്ററി എഴുതിയിട്ടുണ്ട് അല്ലെ, സ്റ്റോക്ക് എഴുതിയിട്ടുണ്ട്. ഇൻവെന്ററി അഥവാ സ്റ്റോക്ക് എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 82,000 ആണ്. നെക്സ്റ്റ് രണ്ടാമത്തത് ട്രേഡ് റെസീവബിൾ എന്ന് പറഞ്ഞ ഐറ്റം. ട്രേഡ് റെസീവബിൾ ഉണ്ടായിരുന്നു, അതിന്റെ അണ്ടറിൽ നമ്മൾ ഡെറ്റേഴ്സ് ആണ് എഴുതിയത്. അതിന്റെ എമൗണ്ട് വന്നത് 37,500. എമൗണ്ട് ഓൺ ട്രേഡ് റെസീവബിൾ അണ്ടറിൽ വരുന്നത് 37,500. അത് കഴിഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് പറഞ്ഞിട്ട് ഐറ്റം. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് അഥവാ അതിന്റെ താഴെ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കും വന്നിട്ടുണ്ടായിരുന്നു. അത് ടോട്ടൽ എമൗണ്ട് 16,200, 16,200 രൂപ. സോ ഇത്രയാണ് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലുള്ള ടോട്ടൽ ഐറ്റംസ്. സോ എന്ത് ചെയ്യണം? ടോട്ടൽ അസറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ടോട്ടൽ അസറ്റ് കറണ്ട് അസറ്റ് ആൻഡ് ഫിക്സഡ് അസറ്റ്. സോ ടോട്ടൽ ഈ സമയത്ത് ടോട്ടൽ എമൗണ്ട് 1,81,477. ഈ ഒരു ഫിഗർ തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റീസ് ആയിട്ട് ടോട്ടൽ ചെയ്താലും കിട്ടണം. സോ നെക്സ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ലയബിലിറ്റീസ് ആയിട്ട് നോക്കാം. ലയബിലിറ്റീസ് നമുക്ക് ലയബിലിറ്റി ആണല്ലേ. ആദ്യം ലയബിലിറ്റി ആണ് പ്രധാനമായിട്ട് നമുക്ക് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. അതിന്റെ അണ്ടറിൽ എന്തൊക്കെയുണ്ട്? പ്രധാനമായിട്ടും 3 ക്ലാസിഫിക്കേഷൻ അഥവാ നോൺ കറണ്ട് ലയബിലിറ്റി ആൻഡ് കറണ്ട് ലയബിലിറ്റി. നോൺ കറണ്ട് ലയബിലിറ്റി ആണ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അഥവാ ഒന്ന് ഇക്വിറ്റി, പിന്നെ അത് കഴിഞ്ഞാൽ അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ്, പിന്നെ എന്ത് കറണ്ട് ലയബിലിറ്റീസ്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വിറ്റി എഴുതാം. ഇക്വിറ്റിയാണ് നോൺ കറണ്ട് അസറ്റിലെ ഒന്നാമത്തെ ഐറ്റം. സോ ഇക്വിറ്റിയിൽ വരുന്നത് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഇക്വിറ്റിയിൽ ഷെയർ ക്യാപിറ്റലാണ് പ്രധാനമായിട്ട് വരുന്നത്. നമ്മൾ മുൻപ് എഴുതിയിട്ടുണ്ട് നമ്മുടെ വർക്കിംഗ് നോട്ടിൽ എത്ര ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ഷെയർ ആയിരുന്നു. അത് 10,000 ഇക്വിറ്റി ഷെയറിന് മുകളിലുണ്ട്. ₹10 വെച്ചിട്ട് 1 lakh. then അത് കഴിഞ്ഞാൽ എന്തുണ്ട്? അതർ ഇക്വിറ്റി അല്ലെ. അതർ ഇക്വിറ്റിയിൽ പ്രധാനമായിട്ട് നമ്മൾ നോട്ട്സ് അക്കൗണ്ടിൽ കാണിച്ചത് റിസർവ് ആൻഡ് സർപ്ലസും അതേപോലെ തന്നെ സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന ഒറ്റ ഹെഡ് ആയിരുന്നു. അതിൽ നമ്മൾ റിസർവും പ്ലസ് സർപ്ലസും കാണിച്ചിട്ടുണ്ട്. റിസർവ് ആൻഡ് സർപ്ലസ് നമ്മുടെ ഡിവിഡന്റ് അതേപോലെ CDT കാൽക്കുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അതർ ഇക്വിറ്റി നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു ഐറ്റം അഥവാ ഇതിന്റെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നമുക്ക് റിസർവ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡ് കാണിക്കാം. സോ റിസർവ് ആൻഡ് സർപ്ലസിന്റെ ടോട്ടൽ എമൗണ്ട് നമ്മളെ റിസർവിന്റെയും സർപ്ലസ് ഫൈനൽ ഫിഗറിന്റെയും ടോട്ടൽ എമൗണ്ട് വരുന്നത് 40,889 രൂപ. 40,889 രൂപ. 40,889 രൂപയാണ് നമ്മുടെ അതർ ഇക്വിറ്റി വരുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് നമുക്ക് ഇക്വിറ്റി കഴിഞ്ഞാൽ അതർ നോൺ കറന്റ് ലയബിലിറ്റീസ് ആണല്ലേ. അതർ നോൺ കറന്റ് ലയബിലിറ്റീസ് നമുക്ക് ഈ ക്വസ്റ്റിൽ ഒന്നും പറയുന്നില്ല. നോൺ കറന്റ് ലയബിലിറ്റീസിൽ ഡിബഞ്ചറി, ലോണ്, പ്രിഫറൻസ് ഷെയർ അങ്ങനത്തെ ഒരു ഐറ്റംസും തന്നിട്ടില്ല. സോ അത് നില്ലാണ്, നമുക്കത് എഴുതാൻ ആവശ്യമില്ല. പിന്നെ ഉള്ളത് എന്താണ്? കറന്റ് ലയബിലിറ്റി ആണ്. കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റിയിൽ വരുന്നത് ട്രേഡ് പേയബിൾ. നമുക്ക് കറണ്ട് അസറ്റിൽ നമ്മൾ എഴുതി ട്രേഡ് റെസീവബിൾ. അതേപോലെ കറണ്ട് ലയബിലിറ്റിയിൽ ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞൊരു ഐറ്റം. അഥവാ നമ്മൾ ക്യാഷ് കൊടുക്കാൻ നമ്മൾ പർച്ചേസ് ചെയ്തത് കടത്തിനാണെങ്കിൽ നമ്മൾ കട പിന്നീട് വീട്ടേണ്ടി വരും അല്ലെ. സോ ട്രേഡ് പേയബിൾ ആയിട്ട് നമുക്ക് ഐറ്റം വരുന്നുണ്ട്. സോ അത് ക്രെഡിറ്റേഴ്സ് ആണ്. മീൻസ് നമ്മൾ ക്യാഷ് കൊടുക്കാൻ ആളുകൾ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. സാധാരണ ട്രേഡ് പേയബിൾ. സോ ട്രേഡ് പേയബിൾ ആയിട്ട് വരുന്ന എമൗണ്ട് 17,500. 17,500 രൂപ. ഇനി ഏത് കൂട്ടിണ്ട്? പ്രൊവിഷൻ അഥവാ കറണ്ട് ലയബിലിറ്റിയിൽ ഒരു ഐറ്റം വരുന്നത് പ്രൊവിഷൻ. ഈ ഒരു പ്രൊവിഷൻ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഏതാണ് കാണിച്ചത്? നമ്മുടെ CDT അഥവാ 1,849 രൂപ അല്ലെ. അവിടെ നമ്മൾ വിട്ടുപോയ ഒരു ഐറ്റം കൂടിയുണ്ട്. അഥവാ നമ്മുടെ പ്രൊവിഷനിൽ നമ്മൾ CDT കാണിച്ചിട്ടുണ്ട്. പ്ലസ് നമ്മുടെ ഇൻകം ടാക്സ് അഥവാ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഇൻകം ടാക്സ് ഉണ്ട്. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. അഥവാ നോട്ട്സ് അക്കൗണ്ടിൽ ഈ ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യേണ്ടി വരും. അഥവാ CDT പ്ലസ് ഏത് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. പ്രൊവിഷൻ എന്ന് പറയാൻ കാരണം നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രൊവിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? നമ്മുടെ ടാക്സ് കറക്റ്റ് ടാക്സ് എമൗണ്ട് കണ്ടെത്തിയിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നത്? എസ്റ്റിമേറ്റഡ് ടാക്സ് എന്ത് ചെയ്യാം? നമ്മൾ ഈട കണക്കാക്കുകയാണ്. അതാണ് 50%. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പ്രൊവിഷൻ നമ്മുടെ വർക്കിംഗ് നോട്ട് ആയിട്ടുള്ള നോട്ട്സ് അക്കൗണ്ടിൽ നമ്മൾ പ്രൊവിഷൻ കാണിച്ച സമയത്ത് ഇത് അവിടെ കാണിക്കേണ്ടതായിരുന്നു. സോ എന്ത് ചെയ്യുന്നു? ഞാനത് വിട്ടുപോയതുകൊണ്ട് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ CDT നമ്മൾ 1,849 ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടാക്സ് വന്നിട്ടുള്ളത് 21,209 രൂപ. അഥവാ 1,849 പ്ലസ് 21,209 രൂപ. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നോട്ട്സ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതുണ്ട്. സോ എന്ത് ചെയ്യാം? അവിടെ കാണിച്ചതിന്റെ ഫൈനൽ എമൗണ്ട് മാത്രം എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു പ്രൊവിഷനിൽ കാണിച്ചാൽ മതി. സോ ടോട്ടൽ എമൗണ്ട് വരിക 23,058 രൂപയാണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ പ്രൊവിഷനായിട്ട് വരുന്നത്. അപ്പോൾ പ്രൊവിഷനിൽ CDT പ്ലസ് അതേപോലെ തന്നെ നമ്മുടെ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ലയബിലിറ്റീസിനെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ലയബിലിറ്റി ആയിട്ട് വരുന്നത് 1,81,447 രൂപ. 1,81,447 രൂപയാണ്. സോ
നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിൽ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ അസറ്റുകൾ, ലയബിലിറ്റീസ്, എക്സ്പെൻസസ്, ഇൻകംസ് സെപ്പറേറ്റ് തിരിച്ചറിയണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ഐറ്റംസും അതാത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ ഫിഗേഴ്സ് കണ്ടെത്തുക. സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.